ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ 7 ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് നോട്ട് വർത്ത് കീപ്പ് ഇൻ യുവർ ലൈഫ് ആസ് യു ഗെറ്റ് ഓൾഡർ. സൈക്കോളജി സ്റ്റഡി പ്രകാരം സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇത്തരം സ്വഭാവമുള്ള ആൾക്കാരെ നിങ്ങൾ ഫ്രണ്ട്സുകളുടെ ഗണത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകളായിട്ട് കൂട്ടരുത്. അത് നിങ്ങൾക്ക് ദോഷമായിരിക്കും സംഭവിക്കുന്നത്. ഒരു സിൻസിയർ ഫ്രണ്ട്സ് ആയിരിക്കില്ല ഈ സ്വഭാവമുള്ളവർ. ഒന്നാമത്തത് കോൺസ്റ്റന്റ് ക്രിട്ടിക് ആയിട്ടുള്ളവർ. അവരെപ്പോഴും പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ക്രിട്ടിക്ക് പോയിന്റിങ് ഔട്ട് ഫ്ലോസ്. എന്തെങ്കിലും എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതിൽ എന്തെങ്കിലും ഇത് കണ്ടിട്ട് അതിനെക്കുറിച്ച് ഞാൻ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരം ആൾക്കാരെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ അവോയ്ഡ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം, ഈ കോൺസ്റ്റന്റ് ക്രിറ്റിസിസം ഉള്ളവർ, എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ചോർത്തിക്കളയുകയും അതുപോലെ തന്നെ നിങ്ങളെ മെൻ്റൽ വെൽബീയിങ്, മാനസികമായിട്ട് നിങ്ങൾ കുറേ നാൾ അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇത് നിങ്ങളെ ഇത് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തത് വൺ സൈഡഡ് ഫ്രണ്ട്. ചിലർ കാര്യസാധ്യത്തിന് വേണ്ടി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നവരാണ്. വൺ സൈഡഡ് ഫ്രണ്ട് എന്ന് പറയാം. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അവർ അടുത്ത് വരും. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരികയാണെങ്കിൽ അവർ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും. അപ്പോൾ അത്തരം ആൾക്കാരെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവരെന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഹെൽത്തി റിലേഷൻഷിപ്പ് ബാലൻസ് ഇല്ല. അവർ വൺ സൈഡഡ്, അവരുടെ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്. വിത്തൗട്ട് അപ്പം നമ്മളെ നിന്ന് റിസീവ് ചെയ്യുന്നു, അവർക്ക് ഇങ്ങനെ കൊടുക്കുന്ന സ്വഭാവമില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ഹെൽപ്പ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്തരക്കാരെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇതിൽ നമ്മൾ കൂട്ടാൻ പാടില്ല. അത് നിങ്ങൾക്ക് നല്ലതല്ല ലോങ് ടൈം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ആൾക്കാർ നിങ്ങൾ ഉണ്ടായിരിക്കാം. മൂന്നാമത്തത് ദ ഡ്രാമ മാഗ്നറ്റ്. ചിലർ ഇതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഡ്രാമകളിൽ നുണ പറച്ചിലും അങ്ങനെ തങ്ങളെ അടുപ്പിക്കുന്ന ചില ക്യാരക്ടേഴ്സ് കാണും. ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇവിടെ വന്ന് പറഞ്ഞ്. അപ്പം അത്തരം ആൾക്കാരെ സൈക്കോളജിക്കൽ സ്റ്റഡി പ്രകാരമാണ് ഇങ്ങനെ സ്വഭാവമുള്ളവരെ നിങ്ങൾ ടോട്ടലി അവോയ്ഡ് ചെയ്യുക. ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഫ്രണ്ട്സുകൾ ഇതുപോലെയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ നിങ്ങൾ ക്രമേണ അങ്ങ് അവോയ്ഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും. നോൺ സ്റ്റോപ്പ് ഡ്രാമ ക്രിയേറ്റേഴ്സാണ് ഇവർ. ഇത് നിങ്ങൾക്ക് സ്ട്രെസ് തരും, നെഗറ്റീവ്ലി അഫക്റ്റ് യുവർ ഇമോഷണൽ ഹെൽത്ത്. നിങ്ങൾ ഇമോഷണൽ ഹെൽത്തിനെയൊക്കെ അത് ബാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തെ അത് നശിപ്പിക്കും, അല്ലെങ്കിൽ അത് ഹാംഫുള്ളാണ് ഇത്തരം ആൾക്കാരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. നാലാമത്തത് എൻവിയസ് ഫ്രണ്ട്. ചിലർക്ക് ഭയങ്കര അസൂയാലുക്കളായിരിക്കും. ദാറ്റ്സ് ജലസ് ടു യുവർ, നിങ്ങളുടെ സക്സസ്സിലും എല്ലാത്തിലും നിങ്ങൾ ഒരു പ്രശംസിക്കുകയോ ഒന്നും ചെയ്യാതെ അവർക്ക് മനസ്സിൽ ഭയങ്കര അസൂയുള്ള ആൾക്കാർ കാണാം. അത് നമുക്ക് മനസ്സിലാവും. എൻവി ആയിട്ടുള്ള ആൾക്കാർ അത് ടോക്സിക്കാണ്, വിഷലിപ്തമായ സ്വഭാവമുള്ളവരാണ്. അവർ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഡ്രൈൻ ചെയ്ത് കളയും. അപ്പം ഇത്തരം ആൾക്കാരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് നല്ലതല്ല, അക്കോർഡിംഗ് ടു സൈക്കോളജിസ്റ്റുകൾ സ്റ്റഡി ചെയ്തിട്ട് പറയുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ അടുത്ത അഞ്ചാമത്തെ അൺറിലയബിൾ ഫ്ലേക്ക് എന്ന് പറയും. റിലയബിൾ അല്ലാത്ത ആൾക്കാരുണ്ട്. നമുക്ക് നാളെ ഇന്നൊരു സ്ഥലത്ത് 10 മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവർ ആ സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പം വരാകൂല. അതെന്ന് പറഞ്ഞാൽ പ്രോമിസസ് ബ്രേക്ക് ചെയ്യുന്നവർ, ഒരു വാക്കിന് ഒരു വിലയില്ലാത്ത ചില ആൾക്കാരുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ അങ്ങനെയുള്ളവർ കാണാം. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും ഒരു നല്ല ഒരു ഫ്രണ്ടായിട്ട് കരുതാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു
ഇതിലും വില ഒരു കാര്യങ്ങളും പറഞ്ഞാൽ അത് കൃത്യനിഷ്ഠ കാണത്തില്ല. അപ്പം ഇത്തരം ആൾക്കാരെ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കണമെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ്. റിലയബിലിറ്റി ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ട്രസ്റ്റ്. നമുക്ക് ട്രസ്റ്റ് വരത്തില്ല അവരടുത്ത്. അവനാണോ പറഞ്ഞത്, നമ്മൾ മലയാളത്തിലൊക്കെ ഇങ്ങനെ പറയത്തില്ലയോ, അവൻ പറഞ്ഞ അവൻ ഇനി നോക്കണ്ടേ, ഞാൻ പടിഞ്ഞാറോട്ട് പോകണമെന്ന് പറഞ്ഞാൽ കിഴക്ക് എവിടെയെങ്കിലും നോക്കിയാൽ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിനും പ്രവൃത്തിക്കും യാതൊരു വിലയുമില്ലാത്ത ആൾക്കാർ, അത്തരക്കാരെ നിങ്ങളെ ഫ്രണ്ട് സർക്കിളിൽ പെടുത്തരുത്. അത് നിങ്ങൾക്ക് ദോഷം. ഇത് ഇൻകൺസിസ്റ്റൻസി ക്യാൻ ക്രിയേറ്റ് റെസൻമെൻറ്റ് ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്. അത് നിരാശയും പകയും ഒക്കെ ഉണ്ടാവും ഇത്തരം ആൾക്കാർ. അവരുടെ പ്രവർത്തികൾ നമുക്ക് ദേഷ്യങ്ങൾ വരും. അപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നാലത്ത് ഇത്ര മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലെന്ന് പറയുമ്പോൾ ദേഷ്യം വരും. അപ്പോൾ അതൊക്കെ അപ്പോൾ ഇത്തരക്കാരെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവരെ ടോട്ടലി അവോയ്ഡ് ചെയ്യുക ഫ്രണ്ട് സർക്കിളിൽ നിന്ന്. ആറാമത്തെ നെഗറ്റീവ് നാൻസി. അവർ എപ്പോഴും പെസിമിസ്റ്റിക് ആയിരിക്കും. എല്ലാത്തിൻ്റെയും മോശമായിട്ടുള്ള ഒരു നല്ല രീതിയിൽ ഒരു അഭിപ്രായങ്ങൾ അവർ പറയത്തില്ല. എല്ലാം അത് വേസ്റ്റ്. നമ്മൾ ഇത് ചെയ്താൽ അത് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല. എല്ലാവരെയും നിരാശപ്പെടുന്ന സംഭാഷണം ചെയ്യുന്നവരുണ്ട്. ഏത് കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ നല്ല വശം കാണാതെ എപ്പോഴും അതിൻ്റെ നെഗറ്റീവ് ആ ഒരു സൈഡ് മാത്രം വെച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് നെഗറ്റീവ് പീപ്പിൾ എന്ന് പറയും. ട്രൈറ്റ്സ് ആൾവേസ് പെസിമിസ്റ്റിക് ആയിരിക്കും. അവർ ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കത്തില്ല. ഫോക്കസ് ഓൺ വേസ്റ്റ് ഔട്ട്കംസ്. ഇത് ചെയ്താൽ അത് ഇന്ന നല്ല ഔട്ട്കം അവർ പറയത്തില്ല. അവർ മോശമായിട്ടുള്ള ഇന്നത് സംഭവിച്ചാൽ എന്തൊരു ചെയ്യും, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ എപ്പോഴും ആളുകളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ആൻഡ് റയർലി അവർ ഓഫേഴ്സ് ഹോപ്പ് ഓർ സൊല്യൂഷൻ. അവർ നമുക്ക് യാതൊരു ഒരു എൻകറേജ്മെൻറ്റും തരാത്ത ഏത് കാര്യത്തിലും നമ്മളെ ബാക്കിലോട്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ട്. അതിനാണ് നെഗറ്റീവ് നാൻസി എന്ന് പറയുന്നത്. വൈ ലെറ്റ് ഗോ. ഈ പീപ്പിളിനെ നമ്മൾ എന്തുകൊണ്ട് ഉപേക്ഷിക്കണമെന്ന് പറയാൻ കാരണം കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്ഥിരമായിട്ട് ഈ നെഗറ്റീവ് വർത്തമാനങ്ങൾ പറയുമ്പം ക്യാൻ ക്ലൗഡ് യുവർ ഓൺ ഔട്ട്ലുക്ക് ആൻഡ് ഡാമ്പൻ യുവർ മോട്ടിവേഷൻ. നിങ്ങളുടെ മോട്ടിവേഷനും നിങ്ങളുടെ എല്ലാ ഉത്സാഹങ്ങളും ഇവർ കെടുത്തിക്കളയും, പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിക്കളയും മലയാളത്തിൽ. ഏഴാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് മാനിപ്പുലേറ്റർ. അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. യൂസസ് ഗിൽറ്റ്, ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്. ചിലരൊക്കെ കണ്ടല്ലോ, ഓർ സബ്റ്റിൽ കൺട്രോൾ ഓഫ് ഗെറ്റ് ദെയർ. ചിലർ കരയുന്നതാണ്, എന്തെങ്കിലുമൊക്കെ അഭിനയിച്ചൊക്കെ കാണിച്ച ആളുകളെ ഇത് ചെയ്തിട്ട് അവരെ കാര്യസാധ്യത്തിന് വേണ്ടി, അത് മാനിപ്പുലേറ്റർ നമ്മൾ ഇംഗ്ലീഷിൽ പറയും, മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പം അവർ ഇതുപോലെയുള്ള സ്വഭാവക്കാരായിരിക്കും. യൂസസ് ഗിൽറ്റ്, എപ്പോഴും ഒരു കുറ്റബോധം, ഒരു സഹതാപമായിട്ടൊക്കെ നിൽക്കുകയും അത് കരഞ്ഞു കാണിക്കുകയും ആളുകൾ അതിൽ കൂടെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് മാനിപ്പുലേറ്റർ എന്ന് പറയും. അപ്പോൾ ഇത്തരം ആൾക്കാരെയും ഇപ്പോൾ ഈ സ്വഭാവക്കാരെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം സ്വഭാവക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അവരെ ക്രമേണ അവോയ്ഡ് ചെയ്യുക. അവരെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ലെറ്റിംഗ് ഓഫ് ടോക്സിക് ഓർ അൺഫുൾഫില്ലിംഗ് ഫോർ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഈ ടോക്സിക് ആയിട്ടുള്ള ഇതൊക്കെ ടോക്സിക് പീപ്പിളാണ്, വിഷലിപ്തമായ ആൾക്കാരാണ്. ഇവരൊന്നും ഒരു സിൻസിയർ ഫ്രണ്ട്സിൻ്റെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഇവർ എപ്പോഴും നമുക്ക് വിഘാതമായിട്ട് ഒരു വിലങ്ങുതടിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ടിപ്പുകൾ, ഓരോ കാര്യങ്ങൾ, ഇത് അക്കോർഡിംഗ് ടു ഇത് സ്റ്റഡി ചെയ്ത് അതിൻ്റെ ഔട്ട്കമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റുകൾ നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ മനസ്സിലാക്കി അത്തരം ഫ്രണ്ട്സുകളെ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്തരം വീഡിയോകളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ നൗ.